ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഈ കാണുന്ന കണക്ക് തന്നെ നിത്യകല്യാണിന്നും ശവന്നാറിന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇംഗ്ലീഷിൽ ഇതിന് വിൻഗ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഇപ്പം പല വെറൈറ്റികൾ ഇഷ്ടംപോലെ കളറുകൾ കിട്ടാനുണ്ട്. പണ്ടൊക്കെ ഇതിനകത്ത് ഒരു പിങ്കും ഒരു വൈറ്റും ആയിരുന്നു കാണാനുള്ളത്. അപ്പോൾ അത് ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഇത് വാടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലായിരുന്നു. കാരണം എനിക്കിത് റിപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പം ഇതിനകത്ത് ഫുള്ള് മണ്ണാണുള്ളത്. മണ്ണായതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാനിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ അതിന് തക്കതായിട്ടുള്ളൊരു പോട്ടെടുത്തു. ഇപ്പം ഇരിക്കുന്ന പോട്ടിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു പോട്ടെടുത്തിട്ട് അതിനകത്തേക്ക് കരിയില ഇട്ട് കൊടുക്കുന്നു. കരിയില ഇട്ട് കൊടുക്കുന്നതിന് രണ്ട് കാര്യം: ഒന്ന്, നമുക്ക് പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് മാറ്റുമ്പോഴത്തേന് വെയിറ്റ് ഒന്നും ഉണ്ടാവത്തില്ല. രണ്ട്, നമുക്ക് ഈ കരിയില കുറച്ച് കഴിയുമ്പോൾ അഴുകിയിട്ട് അതും ഒരു വളമായിട്ട് മാറും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കരിയില ഇടുന്നത് കൊണ്ട് ഗുണമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഈർപ്പം എപ്പോഴും നിൽക്കുന്ന തരത്തിലുള്ള പോട്ടി മിക്സ് വേണം ഈ ചെടിക്ക് വേണ്ടുള്ളത്. പിന്നെ കൂടുതൽ ഈർപ്പം നിന്ന് കഴിഞ്ഞാലും അത് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള മേൽമണ്ണ്, ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, ഇത് ഇത്രയും ഇട്ട പോട്ടി മിക്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണാണേ. അപ്പോൾ അങ്ങനത്തെ മണ്ണ് വേണം വേണ്ടുള്ളത്. എന്നാലേ ചെടി നല്ല എന്താ പറയുന്നത്, നല്ല ശക്തിയോട് കൂടി, നല്ല തഴപ്പോട് കൂടി മുകളിലിട്ട് വളർന്നു വരുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ഇരുന്ന ചട്ടിയിൽ നിന്ന് ചെടി മാറ്റിയിട്ട് അതിനകത്തുണ്ടായിരുന്ന മണ്ണ് എല്ലാം ഞാൻ എടുത്ത് കളയുകയാണ്. കാരണം ഭയങ്കര കട്ടിക്കായിരിക്കുന്നത് ആ പോട്ടി മിക്സ്. അതിനകത്ത് വേറൊന്നും ഇല്ലെന്ന് തോന്നുന്നു, മണ്ണ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും കട്ടിക്കാണുള്ളത്. പക്ഷേ എന്നാലും അതിന് വേര് കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ നല്ല തഴപ്പോട് കൂടിയാണ് നല്ല ചെടി നിൽക്കുന്നതും. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം വളമൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ആയിരിക്കാം. പിന്നെ നഴ്സറിയിലാവുമ്പോൾ അവർ ഡെയിലി 2 പ്രാവശ്യമൊക്കെ നനയ്ക്കുമല്ലോ, അതൊക്കെ ആയിരിക്കും, അറിയത്തില്ല. അപ്പോൾ ഞാൻ ആ മണ്ണ് മൊത്തം മാറ്റിയിട്ട് ഞാൻ പോട്ടി മിക്സ് പുതിയ ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കി പോട്ടി മിക്സും കൂടി ഇട്ട് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് അമർത്തി ചുവട് നല്ല ടൈറ്റാക്കി വെച്ചു. ഏത് ചെടി നടുമ്പോഴും നമ്മൾ ചെടിയുടെ ചുവട് നല്ല ടൈറ്റാക്കി വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചെടി അനങ്ങുമ്പോൾ ചെടിയുടെ വളർച്ച ചിലപ്പം കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ കൊമ്പ് നടുകയാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ചുവട് നന്നായിട്ട് അമർത്തി വെക്കണം. അപ്പോൾ അതേപോലെ തന്നെ മറ്റേ ചട്ടിയും കൂടെ ഞാൻ നടുകയാണേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിത്യകല്യാണി ഈ ചെടി കാണുമ്പോൾ എനിക്ക് എൻ്റെ പണ്ടത്തെ കാലം ഓർമ്മ വരും. കാരണം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ജടായു പാറയുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉത്സവമാവട്ടെ, പിന്നെ അതേപോലെ ഓണം ആവട്ടെ ഒക്കെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ പാറയുടെ മുകളിൽ കയറാറുണ്ട്. പാറയുടെ മുകളിൽ കയറി പോകുമ്പോഴത്തേനും നല്ല സുഖം. അവിടെ നല്ല കാറ്റാണ് എപ്പോഴും. നട്ടുച്ചയാണെന്നുണ്ടെങ്കിലും ആ വെയിലൊന്നും നമുക്ക് അടിക്കത്തില്ല. പക്ഷെ നല്ല കാറ്റാണ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പം ഫുള്ള് പുല്ല് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ആ പുല്ലിൻ്റെ ഇടയിലൊക്കെ ഇതേമാതിരി ഈ നിത്യകല്യാണി ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇഷ്ടം പോലെ നിൽക്കും. അപ്പം ഞങ്ങൾ ഈ പൂ മണപ്പിച്ചൊക്കെ നോക്കുമ്പോഴത്തേന് അതിനൊരു വല്ലാത്ത സ്മെല്ലാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ശവന്നാറി പൂ എന്നൊക്കെ ഇതിന് പേര് വന്നതും. അപ്പോൾ എനിക്ക് ഈ ചെടി കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു എന്താ പറയുന്ന ഒരു ഇഷ്ടം അതിനോട്. എനിക്ക് അവിടെ അന്നൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അത് എനിക്ക് ഈ ചെടി കാണുമ്പോൾ ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഓരോ ചെടികളായാലും എന്തായാലും
കുറച്ച് പ്രായം കൂടി കൂടി വരുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ചെടിയും അതേപോലെ തന്നെ മണ്ണൊക്കെ മാറ്റിയിട്ട് പോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സൂര്യപ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നേരിട്ട് അടിക്കുന്ന സൂര്യപ്രകാശം ഉള്ളിടത്ത് ഈ തറയിലൊക്കെ നിർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ തറയിലൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് സൂര്യപ്രകാശം അടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ചട്ടിയിൽ വെക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ വെള്ളം വറ്റിപ്പോവും. വെള്ളം ഇതിന് ആവശ്യമുള്ള ഒരു ചെടിയാണ്. അപ്പോൾ പെട്ടെന്ന് വാടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ വേനൽക്കാലത്ത്. പിന്നെ നന്നായിട്ട് വെയിൽ കിട്ടാത്ത സ്ഥലത്തും ഈ ചെടി വെക്കരുത്. കാരണം ഫംഗസ് ബാധ ഉണ്ടാവും. ഫംഗസ് ബാധ ഉണ്ടായി ചീഞ്ഞു പോവും ചെടി. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ നല്ല ബുഷിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് മുട്ടൊക്കെ വരും. പക്ഷെ എന്നാലും നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ നുള്ളി കൊടുക്കണം. നുള്ളി കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ അവിടെ നിന്നൊക്കെ ശിഖരങ്ങൾ പൊട്ടി വരും. അപ്പം ചെടി നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും. നല്ല കോലി കണക്കൊന്നും പൊങ്ങിയൊന്നും പോകത്തില്ല. നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. അതിനകത്ത് എല്ലാത്തിലും ഇങ്ങനെ പൂക്കളുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ചെടി അങ്ങനെയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നല്ല പൂക്കളായിട്ട് നിൽക്കും. പിന്നെ ഇതിന് വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിനകത്ത് കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് 19 അല്ലെങ്കിൽ ജൈവ സ്ലറികൾ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണേ. എൻ്റെ കയ്യിൽ വേറെ 2-3 കളറും കൂടെ ഉണ്ട്. അതിനകത്ത് ഒരു കളറാണ് ഇത്. നല്ല ഭംഗിയുള്ള കളറാണ്. ആര് കണ്ടു കഴിഞ്ഞാലും എൻ്റെ കൂടെ അതിൻ്റെ കൊമ്പൊടിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കാറുള്ള കളറാണ് ഇത്. നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ മഴ പെയ്ത് വെള്ളം വീണിട്ട് നിൽക്കുന്ന ഒരു ഭംഗിയാണ്. അത് നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. ഇതേമാതിരി കൊമ്പ് മണ്ട നുള്ളി കൊടുക്കുമ്പോൾ ഇതേമാതിരി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.